ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാളെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ളവർക്കും സയൻസ് സ്ട്രീം എടുത്തിട്ടുള്ളവർക്കും കൊമേഴ്സിലുള്ളവർക്കും വേണ്ട കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഹാർഡ്വെയർ പാർട്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം കമ്പ്യൂട്ടറിന് ഒരു ഫാൻ ഉണ്ട്. പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇതാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു IC ചിപ്പാണിത്. ഈ ചിപ്പാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന ഇൻ്റൽ പെൻറ്റിയം i7 ഒക്കെ പ്രൊസസ്സറാണ്. ഇതാണ് പ്രൊസസ്സർ. ഇനി പ്രൊസസ്സറിൻ്റെ മുകളിലാണ് ഈ ഫാൻ ഇരിക്കുന്നത്. ഇനി ഇതാണ് റാം വയ്ക്കുന്നത്. ഈ സ്ലോട്ടിലാണ് റാം, RAM റാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബയോസ്, CMOS ബാറ്ററി എന്നൊക്കെ പറയുന്ന ബയോസ് ആണ്. അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. റാമിലാണ് നമ്മുടെ എന്താ പറയുക, ഹാർഡ് ഡിസ്ക്കും റാമും തമ്മിലുള്ള കണക്ഷനാണ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് ലോഡായി കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ബൂട്ടാവുന്നത്. ഓക്കെ, ആ സമയത്ത് റോമിൽ എന്ന് പറഞ്ഞാൽ ബയോസിൻ്റെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് റോമിൽ സേവ് ആയത്. അപ്പോൾ റോമിൽ ഡാറ്റ കറണ്ട് പോയാലും അത് പോവില്ല. ആ സമയത്ത് റാമിൽ ഇത് കറണ്ട് പോയപ്പോൾ, അതുകൊണ്ട് റാം വോളാട്ടൈലാണ്, റോം നോൺ വോളാട്ടൈൽ മെമ്മറിയാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് അതിന് തീർച്ചയായിട്ടും കിട്ടും. ഇനി നമുക്ക് പോർട്ടുകളെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ട്. USBയുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ഈ ഒരു മദർ ബോർഡിലും അത് കൊടുത്തിട്ട് യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇനി ഇത് ഈ ഒരു പിങ്ക് കളറിൽ കാണിക്കുന്നതാണ് പാരലൽ പോർട്ട്. ഇവിടെയാണ് പ്രിൻ്റർ കണക്ട് ചെയ്യുന്നത്. ഒരു 40 പിൻ കണക്ടറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ VGA പോർട്ട്, വീഡിയോ ഗ്രാഫിക്സ് അഡാപ്റ്റർ, ബ്ലൂ കളറിലുള്ളതാണ്. ഓക്കെ, ഇനി ഇതാണ് RJ45 കണക്ടർ. അതായത് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഈ പോർട്ടിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെയാണ് SMPS കണക്ട് ചെയ്യുന്നത്. ഒരു 20 പിൻ ATX കണക്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മദർ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി, വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. അതിനെക്കുറിച്ചും എക്സാമിന് ചോദിക്കും. ഇറ്റ് ബിറ്റ്വീൻ പ്രൊസസ്സർ ആൻഡ് മെമ്മറി ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല, അത് ചിപ്പിലകത്തായിട്ടായിരിക്കും വരിക. ഓക്കെ, ഈ സ്ലോട്ടിലാണ് നമ്മൾ മെമ്മറി വയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ സ്ലോട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ PCI സ്ലോട്ടുണ്ട്, നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ കാർഡ്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് SATA കണക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്കാണ്. അതുപോലെ തന്നെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന റാമാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം ദ ഹാർഡ് ഡിസ്ക് ടു മെമ്മറി. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത എക്സാമിനായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ നമുക്ക് ഇടാവുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.